ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ ദൈവവചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഒരുക്കിയ ആ വലിയ കൃപയോർത്ത് ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. 17-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ അതിപ്രകാരമാണ്. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. യേശു തമ്പുരാൻ്റെ ജീവിതത്തിലെ വർണ്ണാഭവമായ അല്ലെങ്കിൽ അത്യുജ്വലമായ മഹത്വത്തിൻ്റെ ആ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. മറുരൂപ മലയിലെ യേശുവിൻ്റെ തേജസ്കരണം പല പ്രാവശ്യം നാം കേട്ടിട്ടുള്ള ഭാഗമാണ്. എന്നാൽ ഓർത്തഡോക്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ തേജസ്കരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ആരാധനയും കൗദാശികപരമായിട്ടുള്ള ജീവിതവുമൊക്കെയും നോമ്പും അനുഷ്ഠാനങ്ങളുമൊക്കെയും ഇത്തരത്തിലുള്ള ഒരു തേജസ്കരണത്തിലേക്കാണ് എന്നെയും നിങ്ങളെയും നയിക്കേണ്ടത്. യേശു തമ്പുരാന്റെ മുഖം ശോഭയുള്ളതായി തീർന്നതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും മുഖം, ജീവിതം ദൈവസന്നിധിയിൽ ശോഭയുള്ളതായിട്ട് തീരണം. നമ്മുടെ കൗദാശികപരമായിട്ടുള്ള ജീവിതം അതിനൊരു മുഖാന്തരമായിട്ട് തീരണം. ഹെർമോൻ മലനിരയാണ് ഇത്തരത്തിലുള്ള തേജസ്കരണത്തിന് ഒരു മുഖാന്തരമായതെന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ട്. ഫിലിപ്പിൻ്റെ കൈസരിക്ക് സമീപം 9200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് ഇത്. സ്വർഗത്തിൻ്റെ അതിർവരമ്പുകളൊക്കെയും ഭേദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുകയാണ്. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. പിതാവായ ദൈവത്തിൻ്റെ പ്രഭയാണ് പുത്രൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം തന്നെയാണ് പുത്രൻ. ഓരോ വിശ്വാസിയും ഈ ദൈവ മഹത്വത്തെ ഒരു കണ്ണാടി എന്ന പോലെ പ്രതിഫലിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വീണ്ടും ഒരു നോമ്പ് കാലത്തിലേക്ക് നാം കടക്കുകയാണ്. നോമ്പെന്ന് പറയുന്നത് പരിവർത്തനത്തിൻ്റെതായിട്ടുള്ള നാളുകളാണ്. നമ്മെ തന്നെ ഒന്ന് രൂപപ്പെടുത്തി നമ്മിലുള്ള ജീർണതകളെ ഉരിഞ്ഞു കളഞ്ഞ്, അല്ലെങ്കിൽ നമ്മിലുള്ള അശുദ്ധിയെ വേർപെടുത്തി ദൈവികമായിട്ടുള്ളൊരു ജീവിതത്തിന് നമ്മെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ് നോമ്പിൻ്റെ അനുഭവം. ദൈവത്തെ ദർശിക്കുവാനായിട്ട് സാധിക്കണം. ആ തേജസ്കരണത്തിൻ്റെ സമയത്ത് അവിടെ വെളിച്ചമായിരുന്നു, പ്രഭാപൂരമായിരുന്നു. നമുക്കറിയാം, ഇന്ന് പെരുന്നാളുകളിലൊക്കെ നാം ധാരാളം വെളിച്ചം ദർശിക്കുന്നുണ്ട്. പക്ഷേ
ഹാലജൻ വെളിച്ചത്തെക്കാളും വെളിച്ചം നൽകുന്നതായിട്ടുള്ള ദൈവികമായിട്ടുള്ളൊരു തേജസ്കരണത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് സ്വയം പ്രകാശിക്കാനും മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാനുമാണ്, മറ്റുള്ളവരെ പ്രകാശത്തിലൂടെ നയിക്കുവാനുമാണ് ഓരോ വിശ്വാസിയുടെയും വിളി. ഉള്ളിലുള്ള ജീർണതകളെ വലിച്ചെറിയുവാൻ, അല്ലെങ്കിൽ അശുദ്ധമായതിനെ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് വിട്ടു നിന്ന് വിശുദ്ധമായതിലേക്ക് പോകുവാനുള്ള ഒരു വിളിയാണ് ദൈവവിളി. പല മുൻവിധികളെയും നമ്മിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് ദൈവത്തിങ്കിലേക്ക് പോകുവാനുള്ള ഒരു വിളിയാണ്. പലപ്പോഴും വികലമായിട്ടുള്ള പല ധാരണകളും നമ്മുടെ മനസ്സിലുണ്ട്. പലതരത്തിലുള്ള വികല ധാരണകൾ വെച്ചു പുലർത്തിയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പുറമേ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും വൈകല്യങ്ങളില്ല. ദൈവം നൽകിയിരിക്കുന്ന കൈയും കാലും അതുപോലെ മനോഹരമായിട്ടുള്ള നമ്മുടെ സൗന്ദര്യവുമൊക്കെയും മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് എടുത്തു കാണിക്കുവാൻ തക്കവണ്ണം ഉണ്ടെങ്കിലും ആന്തരികമായിട്ട് പലപ്പോഴും പലതരത്തിലുള്ള വൈകല്യങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യൻ ഇതൊന്നും അവൻ ബോധവാനല്ല, ഇങ്ങനെ ജീവിക്കുന്നു. ഇത്തരത്തിലുള്ള വൈകല്യങ്ങളെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അതിനെ ഒന്ന് റെക്ടിഫൈ ചെയ്യുവാൻ തക്കവണ്ണം പലപ്പോഴും മനുഷ്യൻ ശ്രമിക്കുന്നില്ല. നോമ്പ് കാലത്ത് ദൈവം തമ്പുരാൻ, യേശു തമ്പുരാൻ ചെയ്ത പല അത്ഭുത പ്രവൃത്തികളും പല രോഗികളെ സൗഖ്യമാക്കിയതും ഒക്കെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പല സംഭവങ്ങളിൽ കൂടി നാം നോമ്പിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ യേശു തമ്പുരാൻ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്നത് നമുക്കറിയാം. ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് യേശു തമ്പുരാൻ അത്തരത്തിലുള്ള ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നത്. എന്തായിരുന്നു ആ വെല്ലുവിളി? യേശു തമ്പുരാൻ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുമ്പോൾ അവിടെ യഹൂദന്മാരുടെ ശബത്ത് ദിനമായിരുന്നു. ആ ശബത്ത് ദിവസത്തിൽ വിഹിതമല്ലാത്തത് യേശു തമ്പുരാൻ ചെയ്തു എന്നുള്ള ഒരു അപവാദം യേശു തമ്പുരാനെ കുറിച്ച് അവിടെ പറയുമ്പോൾ സകല നിർവചനങ്ങളെയും കർത്താവ് തിരുത്തി കുറിക്കുകയായിരുന്നു. ശബത്തിന്റെ നൂലാമാലകളിൽ മനുഷ്യത്വത്തെ കോർത്തിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വിസ്മരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ യേശു തമ്പുരാൻ അതിനെ വെല്ലുവിളിക്കുന്നു. കാരണം അങ്ങനെ ഒരു ദിവസത്തിൽ യേശു തമ്പുരാൻ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ് അവിടെ ചെയ്തത്. വിശാലമായിട്ടുള്ള ഒരു അർത്ഥതലത്തിലേക്ക് തമ്പുരാൻ കടന്നു ചെല്ലുന്നു. പലപ്പോഴും നമുക്കും ഇതുപോലെയാണ്. പലതും നാം ചെയ്യും, നോമ്പൊക്കെയും അനുഷ്ഠിക്കും, ഉപവാസം അനുഷ്ഠിക്കും. പക്ഷേ മനസ്സിൽ പലപ്പോഴും കാഴ്ചകളുടെയും കാഴ്ചപ്പാടുകളുടെയും വികലമായിട്ടുള്ള ധാരണകളുടെയും ഒക്കെയും ലോകത്തിൽ നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. നോമ്പനുഷ്ഠാനം നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുന്നതായിരിക്കണം, നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കുന്നതായിരിക്കണം, ദൈവസന്നിധിയിലേക്ക് മറ്റുള്ളവരെ കൂടി ആനയിക്കുന്നതായിരിക്കണം നോമ്പുകാലം. പെരുമ്പടവം ശ്രീധരന്റെ അരൂപിയുടെ മൂന്നാം പ്രാവ് എന്ന നോവലിൽ ഒരു സംഭവം പ്രകാരം വിവരിച്ചിട്ടുണ്ട്. നഗരം കത്തിയെരിയുകയാണ്, പുക കൊണ്ട് നിറയുന്നു. ജീവരക്ഷയ്ക്കായിട്ട് മനുഷ്യൻ പരക്കം പായുന്നു. അപ്പോൾ ഒരു പുരോഹിതൻ ദേവാലയത്തിന്റെ പടവുകൾ ഇറങ്ങി ഓടുകയാണ്. എന്തിനാണ് പുരോഹിതൻ ഓടുന്നത്? തൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓടുന്നു.
അപ്പോൾ ആ ഓട്ടത്തിനിടയിൽ അദ്ദേഹം കാണുന്നു വസ്ത്രത്തിൽ തീ പിടിച്ച് യേശുതമ്പുരാൻ. അപ്പോൾ ഈ വൈദികൻ ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നത്? മനസ്സിൽ പ്രകമ്പനം കൊള്ളിക്കുന്നതായിട്ടുള്ളൊരു മറുപടി, ഞാൻ പോകുന്നത് എൻ്റെ ജനത്തിൻ്റെ നടുവിലേക്കാണ്, എൻ്റെ ജനത്തിൻ്റെ പൊള്ളലിലേക്കാണ്, എൻ്റെ ജനത്തിൻ്റെ മുറിവുകളിലേക്കാണ്, അവരുടെ നിലവിളിയിലേക്കാണ് ഞാൻ ഓടുന്നത്. കത്തി നശിക്കുമ്പോൾ, പരിസരം കത്തി നശിക്കുമ്പോൾ പലപ്പോഴും പലതും കാണാതെ നാം ഇങ്ങനെ ഓട്ടമാണ്. മറ്റുള്ളവൻ്റെ ആകുലതകളെയോ വേദനകളെയോ തിരിച്ചറിയാതെ നാം ഓടുകയാണ്. എങ്ങോട്ടാണ് ഈ ഓട്ടം? ഇതുപോലെ തന്നെ ലേവ്യനും പുരോഹിതനുമൊക്കെയും കടന്നുപോയതായിട്ടുള്ള അവസരത്തിൽ മുറിവേറ്റവന്റെ വേദനയെ നെഞ്ചോട് ചേർത്ത് ഒരു വ്യക്തിയായിരുന്നു ശമരിയാക്കാരൻ. ലേവ്യനും പുരോഹിതനുമൊക്കെയും ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നല്ല ശമരിയാക്കാരൻ തൻ്റെ ദൗത്യം ചെയ്യുന്നു. അവിടെ കാഴ്ച മങ്ങിയവനായിട്ടല്ല, പൂർണ്ണമായിട്ടുള്ള കാഴ്ചയോടുകൂടി അല്ലെങ്കിൽ ഉൾക്കാഴ്ചയോടുകൂടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം അവിടെ ചെയ്യുന്ന നല്ല ശമരിയാക്കാരനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും അവനിലൂടെ പകരപ്പെട്ടത് ക്രിസ്തുവിൻ്റെ ആ വെളിച്ചമാണ്. ക്രിസ്തുവിൻ്റെ ചൈതന്യമാണ് അവനിലൂടെ വെളിവായത്. പലപ്പോഴും കണ്ണിലുള്ള കോലിനെ വെച്ചുകൊണ്ട് നാം പ്രവർത്തിക്കും. നോമ്പും ഉപവാസവും സംസ്കരണത്തിൻ്റെ അനുഭവങ്ങളായിട്ട് തീരണം. നമുക്കറിയാം പെട്രോളിൻ്റെയൊക്കെ ആദ്യത്തെ രൂപം എന്താണ്? പെട്രോളിൻ്റെ ആദ്യത്തെ രൂപം അത് ക്രൂഡായിരിക്കും, ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിലിനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരണശാലയിൽ കൂടി പല പ്രോസസ്സിൽ കൂടി കടന്നു പോയിട്ട് അതിനെ റിഫൈൻ ചെയ്ത് എടുക്കുന്നു. പല മാലിന്യങ്ങളും ക്രൂഡായിരിക്കുന്ന അവസ്ഥയിൽ പല മാലിന്യങ്ങളും കാണും. അതൊക്കെയും നീക്കി ശുദ്ധീകരണത്തിൽ കൂടി കടന്നു പോയിട്ട് അത് റിഫൈൻ ചെയ്ത് എടുക്കുന്നു. അങ്ങനെയാണ് ക്രൂഡായിട്ടുള്ള അവസ്ഥയെ മാറ്റി റിഫൈൻഡ് ആയിട്ട് തീരുന്നു. ഓരോ മനുഷ്യനും ഇതുപോലെ ക്രൂഡായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പലപ്പോഴും ക്രൂഡും റൂഡും ഒക്കെ ആയിപ്പോവും. മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും മനുഷ്യനെ ക്രൂഡാക്കി തീർക്കുന്നു. എന്നാൽ ആരാധനയിലും വിശുദ്ധമായിട്ടുള്ള അനുഭവത്തിലൂടെയും കൗതാശികമായിട്ടുള്ള ജീവിതത്തിലൂടെയും ഈ ക്രൂഡായിരിക്കുന്നതിനെ റിഫൈൻ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കണം. വേദപുസ്തകത്തിൽ തങ്ങൾ ആർജിച്ചിട്ടുള്ള നല്ല മൂല്യത്തെ സൂക്ഷിച്ച ചെറുപ്പക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ദാനിയേലിന്റെ പുസ്തകത്തിൽ. അവർ തീരുമാനിച്ചു രാജാവിൻ്റെ ഭോജനം കൊണ്ട് അവർ അശുദ്ധമാകുകയില്ല. രാജാവ് കുടിക്കുന്ന പാനീയങ്ങളോ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിൽ വിളമ്പുന്നതായിട്ടുള്ള ഭോജനത്തിലോ തങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ ദാനിയേലും കൂട്ടരും ആ രാജകൊട്ടാരത്തിൽ പാർക്കുവാൻ തക്കവണ്ണം, നെബൂഖദ്നേസർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാർക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്നു. നമുക്കറിയാം ഭൂരിപക്ഷത്തിൻ്റെ പിറകെ പോകുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. ഒരു തെറ്റിനെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ അറിയാതെ ആ വഴിയിലോട്ട് ചായുന്ന ഒരു പ്രവണത ലോകത്തിനുണ്ട്. ഒരു പ്ലാവിൽ കിടക്കുന്നത് ചക്കയല്ല തേങ്ങയാണെന്ന് ഒരു 50 പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോക്കുമ്പോൾ നമുക്കും തോന്നും അത് ചക്കയല്ല തേങ്ങയാണെന്ന്.
കാരണം സ്വാധീനം അതുപോലെയാണ്. പലതരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് മനുഷ്യൻ വഴിപ്പെട്ടു പോകുന്നു. നല്ലതായിട്ടുള്ള സ്വാധീനങ്ങൾ ഇന്ന് കുറവാണ്. എന്നാൽ തിന്മയോട് അനുരൂപപ്പെടുന്നതായിട്ടുള്ള സ്വാധീനങ്ങൾ നിരവധിയാണ്. അങ്ങനെയുള്ളതിലേക്ക് മനുഷ്യൻ പോകുന്നു. അഭിവന്യ സറാഫീം തിരുമേനിയുടെ പ്രസംഗത്തിൽ ഒരിക്കൽ കേൾക്കുവാനിടയായി, മനുഷ്യൻ ഒരു പ്രതിസംസ്കാരത്തെ വളർത്തിയെടുക്കണം. എന്താണ് പ്രതിസംസ്കാരം എന്ന് പറയുന്നത്? നാട് ഓടുമ്പം നടുവേ ഓടുന്നതല്ല, ആ ഗതി അനുസരിച്ച് തിരിഞ്ഞോടേണ്ട സാഹചര്യത്തിൽ തിരിഞ്ഞോടുവാൻ തക്കവണ്ണം സാധിക്കണം. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നടുക്കണ്ടം തിന്നണമെന്നല്ല, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഏതാണ് ആവശ്യമുള്ളത്, ആവശ്യമുള്ളതിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വിവേചന ശക്തി, ദൈവികമായിട്ടുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് മനുഷ്യന് ഉണ്ടാകണം. അതിൻ്റെ അഭാവം ഇന്ന് പല മേഖലകളിൽ കാണാം. മനുഷ്യന് വിവേചന ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. മനുഷ്യൻ മൃഗീയനായിട്ട് തീരുന്നു. മനുഷ്യനല്ല, മൃഗമായിട്ട് തീരുന്ന പല അനുഭവങ്ങൾ. ഇവിടെയൊക്കെയും ദൈവം തമ്പുരാൻ വിളിക്കുന്നത് വേറിട്ട ഒരു വഴിയിൽ കൂടി സഞ്ചരിക്കാനാണ്. ഒരു പ്രതിസംസ്കാരത്തെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഓരോ വിശ്വാസിക്കും സാധിക്കണം. കാണുന്നതിൻ്റെ എല്ലാം പുറകെ ഓടാതെ ഏതാണ് എനിക്ക് ആവശ്യമുള്ളത്, ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹം, ഏത് പദ്ധതി അനുസരിച്ചാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. മനുഷ്യ ജീവിതത്തിൽ അടിക്കടി പ്രശ്നങ്ങളാണ്. പല പ്രശ്നങ്ങളും നമ്മെ വേട്ടയാടുമ്പോൾ നമ്മുടെ കഴുത്തിന് ചുറ്റും ഒരു ഭീകരമായിട്ടുള്ള സർപ്പം പോലെ വലിഞ്ഞു മുറുകുമ്പോൾ പലപ്പോഴും വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിന് വെല്ലുവിളികൾ നേരിടുന്നു. ഇവിടെ ബാലന്മാര്, ഈ 3 ബാലന്മാര്, ശദ്രക്, മേശക്, അബേദ്നെഗോ, രാജാവ് സ്വർണപ്രതിമയ്ക്ക് മുമ്പിൽ എല്ലാവരും നമസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നമസ്കരിച്ചു. ഒരു ഭൂരിപക്ഷത്തിന് വിധേയമായിക്കൊണ്ട് എല്ലാവരും അത് ചെയ്തു. പക്ഷേ ഈ ചെറുപ്പക്കാര് അവിടെ വേറിട്ട് നിന്നു ചിന്തിച്ചു. സത്യദൈവത്തെ അല്ലാതെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല, സത്യദൈവത്തെ മാത്രമേ ഞങ്ങൾ വണങ്ങുകയുള്ളൂ എന്ന് ഉറച്ച ഒരു തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം ഈ ചെറുപ്പക്കാർക്ക് സാധിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് കത്തുന്ന തീച്ചൂളയ്ക്കുള്ളിൽ നാലാമനായിട്ട് ദൈവത്തിൻ്റെ ആ സ്നേഹം, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ആ ബാലന്മാര് തിരിച്ചറിഞ്ഞത്. ഇന്നത്തെ യുവാക്കൾക്കൊക്കെയും ഒരു വലിയ പാഠമാണ്. ഒരു പ്രതിസംസ്കാരത്തിലേക്ക് വളർന്നു വരുവാൻ തക്കവണ്ണം ഉള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഇപ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. പലപ്പോഴും പ്രതിസന്ധികൾ നമ്മളെ വളഞ്ഞു ചുറ്റുമ്പോൾ മാത്രമാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ നാം കൂടുതൽ സമയം ദൈവസന്നിധിയിൽ ചിലവിടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ആത്മാർത്ഥതയുണ്ടാകുന്നു. ജീവിതത്തിൻ്റെ ഏത് കൈപ്പേറിയ സാഹചര്യങ്ങളിൽ കൂടി പോയാലും ദൈവം തമ്പുരാൻ അവിടെ കൂടെയുണ്ടെന്നുള്ള വാഗ്ദത്വം ദൈവം തമ്പുരാൻ നൽകുന്നുണ്ട്. 34-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമുക്ക് മനോഹരമായൊരു പാട്ടുണ്ട്. ഏതാണ് ആ പാട്ട്?
2 കൊരിന്ത്യർ 4:17 ആധാരമാക്കി നമ്മുടെ സഭയിലെ ഒരു വ്യക്തിയല്ല, ഇതര സഭയിലെ ഒരു വ്യക്തി എഴുതിയതായിട്ടുള്ള ഒരു പാട്ട്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഏതാണ് ആ പാട്ട്? കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. മനോഹരമായൊരു ഗാനം. ആ ഗാനം എഴുതിയ ആ വ്യക്തി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയെങ്കിലും പലപ്പോഴും വലിയൊരു പ്രത്യാശയാണ് ആ ഗാനത്തിൽ കൂടി അനേകർ ലഭിക്കുന്നത്. ദാനിയേൽ ദിവമഹത്വത്തെ ദർശിച്ചു. എവിടെയാണ്? സിംഹത്തിന്റെ കുഴിയിൽ ദാനിയേലിനെ സിംഹം വിഴുങ്ങാതെ, സിംഹത്തിന്റെ ക്രൂരതയ്ക്ക് ഇരയാകാതെ അവിടെ ദൈവം തമ്പുരാൻ രക്ഷിക്കുന്നു. പലതവണയുള്ള കപ്പൽ ഛേദങ്ങളിൽ നിന്ന് പൗലോസ്ലീഹ രക്ഷപ്പെടുന്നു. 3 എബ്രായ യുവാക്കളെ തീയിലിടാതെ ദൈവം രക്ഷിക്കുന്നു. എന്നാൽ നമുക്കൊക്കെയും ചിന്തിക്കാം, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെയും കടന്നുപോയി ഈ ചെറുപ്പക്കാരും പൗലോസ്ലീഹായും ദാനിയേലും ഒക്കെയും? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി എന്തിന് ദൈവം കടത്തിവിടുന്നു? നാമും ഇതുപോലെയാണ്. പല പല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നു. തലനാരിഴയ്ക്ക് ദൈവത്തിൻ്റെ കരുണ നമ്മെ രക്ഷിക്കുന്നു. പല സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും നമ്മെ കയ്യിൽ വഹിക്കുന്നു. ഇതൊക്കെയും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ഒരു അദൃശ്യ ശക്തി നമുക്ക് ചുറ്റിലുമുണ്ടെന്നുള്ള ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകണം. എന്നാൽ ശക്തിയെക്കുറിച്ച് മനുഷ്യൻ പലപ്പോഴും ഓർക്കുന്നില്ല. എന്തെങ്കിലും നേട്ടമുണ്ടായി കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നമ്മൾ പറയും, ഇതൊക്കെയും പണ്ടേ സംഭവിക്കാനുള്ളതായിരുന്നു, നമ്മുടെ മിടുക്ക് കൊണ്ടാണ് ഇതൊക്കെയും സാധ്യമായത് എന്നുള്ളൊരു ചിന്ത പലപ്പോഴും നമ്മെ ഭരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയും ചിന്തിക്കുന്നത്? മനുഷ്യൻ സ്വയം കേന്ദ്രീകൃതനായിട്ട് തീരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വയമേ അഹങ്കരിക്കുകയും ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് നീക്കി അവനവനെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ മനുഷ്യൻ യാത്ര ചെയ്യുന്നു. എന്തൊക്കെയാണ് മനുഷ്യ ജീവിതത്തിൽ ഇന്ന് കേന്ദ്ര ബിന്ദുവായിട്ട് നിലകൊള്ളുന്നത്? എല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം എന്ന് പറയുന്നത് വെറുതെ പ്രസംഗം കേട്ട് പോകുന്ന ഒരു അനുഭവമല്ല. ധ്യാനം ഒരു യാത്രയാണ്, അവനവൻ്റെ ഉള്ളിലേക്കുള്ള ഒരു യാത്ര. അവനവൻ്റെ ഉള്ളിൽ എത്രമാത്രം ആഴത്തിൽ ഓരോ കാര്യങ്ങൾ കിടപ്പുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു യാത്രയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒരു യാത്ര നടത്തണം. എന്താണ് ഞാൻ? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിലകൊള്ളുന്നത്? പലപ്പോഴും പണമാകാം, ആഡംബരമാകാം, പ്രശസ്തിയാകാം, മദ്യമാകാം, മറ്റ് ലഹരി വസ്തുക്കളാകാം,
സ്വാർത്ഥതയാകാം, അങ്ങനെ പലതും ദൈവത്തെ മാറ്റി നിർത്തി കഴിയുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് കടന്നു വരുന്നു. പലപ്പോഴും ഭയത്തോടു കൂടിയാണ് ഇപ്പോൾ പത്രങ്ങൾ നോക്കുന്നത്. കാരണം പേടിയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ നാം വായിക്കുന്നു. ഇന്നത്തെ പത്രം വായിച്ചു കഴിഞ്ഞപ്പോഴും അതിലുമുണ്ട് വംശീയമായിട്ടുള്ള കലാപം ഡൽഹിയിലുണ്ടാകുന്നു, വംശീയ അധിക്ഷേപം, പല യുവാക്കൾ ദിവസം പ്രതി മരണമടയുന്നു, ഹീനമായിട്ടുള്ള കൊലപാതകങ്ങൾ. നമ്മുടെ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നടന്ന ഒരു സംഭവം ഓർത്തു പോവുകയാണ്. ഒരു പിതാവിൻ്റെ സഹോദരൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് കുടുംബത്ത് കയറി തൻ്റെ സഹോദരൻ്റെ 2 മക്കളെയും വളരെ ദാരുണമായിട്ട് കൊല്ലുന്നു. ഇപ്രകാരത്തിലുള്ള ഹീനമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരു മനുഷ്യന് എങ്ങനെയാണ് സാധിക്കുന്നത്? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള കൃത്യങ്ങൾക്ക് ഒരുമ്പിടുവാൻ തക്കവണ്ണം ഇടയാകുന്നത്? വാസ്തവത്തിൽ ആ സമയത്ത് മനസ്സിൽ കൂടി മറ്റൊന്നും കടന്നു പോവുകയില്ല. ദൈവവുമായിട്ടുള്ള സ്നേഹമോ ത്യാഗമോ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ അനുഭവങ്ങളോ കുടുംബത്തിൻ്റെ അവസ്ഥയോ ഒന്നും മനസ്സിലാക്കുകയില്ല. ആ സമയം മനസ്സിൽ ഒരുപക്ഷെ കിട്ടുവാനുള്ള ഓഹരിയുടെ കണക്കായിരിക്കും മനസ്സിൽ ഉണ്ടാകുന്നത്. സ്നേഹമൊക്കെയും അപ്പോൾ വറ്റി വരണ്ട് പോകും. ആ സമയത്ത് കത്തിയും കടാരയും ഒക്കെയും ആകും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കരങ്ങളിലും. ധാരാളം കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ ദിവസം പ്രതി നമ്മൾ TV-യിലൊക്കെയും കാണുന്നുണ്ട്, മനോരമ ചാനലിലുമൊക്കെ ഉണ്ട്. പുകയരുതേ മക്കളെ, സ്കൂള് കേന്ദ്രീകരിച്ച് കഞ്ചാവിൻ്റെ വിൽപ്പന വളരെ കാര്യമായിട്ട് നടക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ അത്തരത്തിൽ വഴിപേഴ്ചു പോകുന്നു, ലഹരിക്ക് അടിമപ്പെടുന്നു. എത്രയും ക്രിയേറ്റീവായിട്ട് ചെലവഴിക്കേണ്ടതായിട്ടുള്ള ബാല്യകാലം ലഹരി മരുന്നുകൾക്ക് വഴിമാറിപ്പോകുന്നു. തീർച്ചയായിട്ടും നമ്മെ നൊമ്പരപ്പെടുത്തേണ്ടതായിട്ടുള്ള അനുഭവങ്ങളാണ് ഇതൊക്കെയും. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല, എന്നാൽ തൊട്ടടുത്ത നമ്മുടെ മതിലിനപ്പുറത്ത് ഒരുപക്ഷെ ഇത് സംഭവിക്കുന്നുണ്ടാകാം. എന്താണ് ഇവിടൊക്കെയും സംഭവിക്കുന്നത്? എല്ലാം തലച്ചോറിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഒരു അനുഭൂതിയിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. പക്ഷേ അത് താൽക്കാലികം മാത്രമാണ്. എപ്പോഴും അത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നൈമിഷികമായിട്ടുള്ള അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും മനുഷ്യൻ പരക്കം പായുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നാം ഇതൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി നമ്മുടെ ഹൃദയത്തെ പകരണം. കൊച്ചു പെൺകുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. കാമുകന്റെ ആഗ്രഹത്തിനും അഭിലാഷത്തിനും വേണ്ടി അമ്മമാർ കുഞ്ഞുങ്ങളെ നൽകുന്നു. എന്തൊരു സമൂഹമാണ്! അവിടെയും വൈകൃതം നിറഞ്ഞതായിട്ടുള്ള അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കേണ്ടത്. ഒരമ്മയുടെ നെഞ്ചിലെ ചൂടേറ്റ് കഴിയേണ്ടതായ ഒരു കുഞ്ഞിനെ മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി കൊടുക്കുന്നു. ഇവിടെയൊക്കെയും സ്വന്തം താല്പര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. മനുഷ്യൻ സ്വയം കേന്ദ്രീകൃതനായിട്ട് തീരുന്നു. വീണ്ടുമുണ്ട് പറയുകയാണെങ്കിൽ മാതാപിതാക്കളെ മറന്നു പോകുന്നതായിട്ടുള്ള മക്കൾ
പലപ്പോഴും കുടുംബങ്ങളിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ആ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ കുറേ നാൾ മുമ്പുള്ള വാർത്ത നാം ശ്രവിച്ചതാണ്. അമ്പലനടകളിൽ അമ്മമാരെ കൊണ്ടുചെന്ന് തള്ളുന്നു. ഗുരുവായൂരും അതുപോലെയുള്ള പ്രസിദ്ധമായിട്ടുള്ള അമ്പലങ്ങളുടെ നടകളിൽ മാതാപിതാക്കളെ കൊണ്ടുചെന്ന് തള്ളുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവിടെയും മനുഷ്യൻ സ്വയം കേന്ദ്രീകൃതനായിട്ട് തീരുന്നു. എം മുകുന്ദന്റെ പ്രഭാസം എന്ന് പറയുന്ന നോവലിൽ കാട്ടിൽ സമ്മേളിക്കുന്നതായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളുടെ ഒരു കാര്യം പറയുന്നു. എങ്ങനെയാണ് കാട്ടിൽ ഇവർ സമ്മേളിക്കുന്നത്? സാധാരണയായിട്ട് സമ്മേളനങ്ങൾ നാം കാണുന്നത് വഴിയരികിലൊക്കെയും വലിയ സ്റ്റേജുകളൊക്കെയും ഇട്ടുള്ള സമ്മേളനങ്ങളാണ് നാം കാണുന്നത്. ഇതെങ്ങനെയാണ് കാട്ടിൽ സമ്മേളിച്ചത്? നാട്ടിലുള്ള മക്കൾ മാതാപിതാക്കളെ കാട്ടിൽ കൊണ്ടുചെന്ന് ആക്കുന്നു. അവർ ആവശ്യം കഴിഞ്ഞ് ഒരു ഡിസ്പോസിബിൾ വസ്തുവായിട്ട് കൊണ്ടുചെന്ന് തള്ളുന്നു. അപ്പോൾ ഒരു മകൻ തൻ്റെ അമ്മയെ ഇത്തരത്തിൽ കാട്ടിൽ കൊണ്ടുപോയി ആക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. അപ്പോൾ ഈ മകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, ആ അമ്മ പോകുന്നതായിട്ടുള്ള വഴിയൊക്കെയും വളരെ വൃത്തിയാക്കി കല്ലുകളും മുള്ളുകളും ഒക്കെയും മാറ്റി അതൊക്കെയും ക്ലിയർ ചെയ്തുകൊണ്ട് ഈ അമ്മ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ മകന് സംശയം, എന്തിനാണ് ഇങ്ങനെ അമ്മ ചെയ്തത്? അമ്മയോട് തന്നെ ചോദിച്ചു, അമ്മേ, എന്തിനാണ് അമ്മ ഇപ്രകാരം ചെയ്യുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, മകനെ, അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. മടക്കയാത്രയിൽ നീ തനിച്ചാണ്, നീ ഒറ്റയ്ക്കാണ്. നിന്റെ കാലുകളിൽ മുള്ളുകൊള്ളാതെ അല്ലെങ്കിൽ കല്ലുകൊള്ളാതെ നിനക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണമാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് ആ അമ്മ പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മുടെ ചുറ്റും ഇന്നും നടക്കുന്നുണ്ട്. കേട്ടുകഴിഞ്ഞാൽ അറച്ചു പോകുന്നതായിട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ നാം ദിവസം പ്രതി കേൾക്കുന്നു. ഇവിടെ ക്രിസ്തു കേന്ദ്രീകൃതമല്ലാത്ത ഒരു ജീവിത ശൈലിയാണ് ഇതിനൊക്കെയും കാരണമായിട്ട് തീരുന്നത് എന്ന് യാതൊരു സംശയവും കൂടാതെ പറയുവാൻ തക്കവണ്ണം സാധിക്കും. പലപ്പോഴും സ്വന്തം ശൈലികൾ ദൈവത്തെ മാറ്റി നിർത്തി സ്വയം കേന്ദ്രീകൃതനായിട്ട് മനുഷ്യൻ തീരുന്നു. പരിശുദ്ധ 3 നോമ്പ് സമാപിച്ചുവെങ്കിലും ആ വഴിയിൽ കൂടിയും നമ്മുടെ ധ്യാനം കടന്നു പോകുന്നത് നല്ലതാണ്. കാരണം വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ 3 നോമ്പിലൂടെ കടന്നു പോകുന്നത് വളരെ അർത്ഥവത്താണ്. ഞാൻ പറഞ്ഞതുപോലെ സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ശൈലിയിൽ കൂടി കടന്നുപോയ ഒരു വ്യക്തിയായിരുന്നു ആര്? യോനാ പ്രവാചകൻ. സ്വയം കേന്ദ്രീകൃത ശൈലിയായിരുന്നു. ദൈവം പറഞ്ഞു കിഴക്കോട്ട് പോകാൻ, യോന പോയത് പടിഞ്ഞാറോട്ട്. നേരെ വിപരീതമായിട്ടുള്ള ഒരു ദിശയിലാണ് സഞ്ചരിച്ചത്. യോനയോട് നിനവയ്ക്ക് പോകുവാൻ ദൈവം തമ്പുരാൻ പറഞ്ഞത് ഒരു പ്രത്യേക ഉദ്ദേശം സാധ്യമാകുവാനാണ്. അത് യോനയ്ക്ക് വേണ്ടി മാത്രം, യോനാ പ്രവാചകൻ മാത്രം ചെയ്യേണ്ടതായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അത് യോനാ പ്രവാചകന്റെ ഒരു ദൗത്യമായിരുന്നു. അതാണ് ആ ദൗത്യം, അല്ലെങ്കിൽ ആ ഡ്യൂട്ടിയാണ് യോനാ പ്രവാചകനെ
ദൈവം തമ്പുരാൻ ഏൽപ്പിക്കുന്നത്. പക്ഷേ അവിടെ ആ ദൗത്യം മറന്നുകൊണ്ട് ആ ദൗത്യത്തിന് എതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ശരിക്കും ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്ന സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യരുടെ ഒരു പ്രതീകം അല്ലെങ്കിൽ ഒരു പ്രതിനിധി തന്നെയാണ് യോനാ പ്രവാചകനും. തൻ്റെ സ്വന്തം താല്പര്യത്തിന് അല്ലെങ്കിൽ തൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പ്രവാചകൻ അവിടെ മുൻഗണന നൽകുന്നു. ധർമ്മത്തിൽ നിന്ന് വഴുതി മാറി അധർമ്മത്തിലേക്കും, നന്മയിൽ നിന്ന് വഴുതി മാറി തിന്മയിലേക്കും, സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്കും ചരിക്കുന്നതായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ പ്രതീകമാണ് യോനാ പ്രവാചകൻ. ദൈവം തമ്പുരാന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. നിനവയിലെ ജനങ്ങളെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. നിനവയിലെ 1,20,000 പരം ആളുകളെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അവരാരും നശിച്ചു പോകരുത് എന്നുള്ള വലിയ ഒരു താല്പര്യം ദൈവം തമ്പുരാനുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു താല്പര്യം യോനാ പ്രവാചകന് ഇല്ലായിരുന്നു. ദൈവം അത് പറഞ്ഞെങ്കിലും അതത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. കാരണം ഇവരാരും നശിച്ചു പോകരുത്, ഇവരെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെ രക്ഷിക്കുന്നത് അതത്ര ഒരു നല്ല കാര്യമായിട്ട് അദ്ദേഹത്തിന് കാണുവാൻ തക്കവണ്ണം സാധിച്ചില്ല. മനസ്സിൽ ചെറുതായിട്ടുള്ള ഒരു വിമിഷ്ടപ്പെടൽ അല്ലെങ്കിൽ ഒരു നൊമ്പര അവിടെ ഉണ്ടായി. ഇതൊക്കെയും ഈ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ നൊമ്പരപ്പെടുത്തലാണ്, നമുക്ക് വലിയ വേദനയാണ്. എനിക്കില്ലാത്തതായിട്ടുള്ളൊരു സൗഭാഗ്യം മറ്റൊരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് വലിയ നൊമ്പരപ്പെടുത്തലാണ്. ഇന്നൊക്കെ മാളുകളുടെ കാലമാണ്. വലിയ ഷോപ്പിംഗ് മാളുകൾ. പണ്ടൊക്കെയും ആവശ്യമനുസരിച്ചായിരുന്നു മനുഷ്യൻ കടകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാലം ചെയ്ത അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ വാക്കുകൾ പോലെ നീഡ് ബേസ്ഡ് കമ്മ്യൂണിറ്റി മാറി ഇന്ന് വാണ്ട് ബേസ്ഡ് കമ്മ്യൂണിറ്റിയിലോട്ട് നാം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആവശ്യങ്ങൾക്കല്ല പ്രധാനം. ഇത് എൻ്റെ വീട്ടിലില്ല, ഇത് നമ്മുടെ വീട്ടിലില്ല. ഉന്തുവണ്ടി കൊണ്ടുപോകുന്നു, അതിലേക്ക് മറിച്ചിടുന്നു, പൈസ കൊടുക്കുന്നു, പോകുന്നു. ഇന്ന് ആവശ്യങ്ങൾക്കല്ല മുൻഗണന. അപ്പോൾ ഈ യോനാ പ്രവാചകന് നിനവക്കാരെ ദൈവം രക്ഷിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അത് വലിയ വേദനയാണ്. കാരണം അവിടെ തൻ്റെ സ്വന്തം മഹത്വമാണ് അദ്ദേഹം ചിന്തിച്ചത്. യഹോവയുടെ കൽപ്പന പ്രകാരം നിനവെ പട്ടണത്തിൽ ചെന്ന് ദൈവം നിങ്ങളെ ഉന്മൂലമാക്കും എന്ന് പറഞ്ഞപ്പോൾ ആ പട്ടണം മുഴുവൻ ഒന്നടങ്കം അവർ ദൈവസന്നിധിയിൽ താഴ്ന്നു വീണു. രാജാവ് മുതൽ പ്രജ വരെ, കുഞ്ഞുങ്ങൾ മുതൽ മൃഗങ്ങൾ വരെ എല്ലാവരും ഒരുപോലെ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഒരാൾ പോലും മാറി നിന്നില്ല. രാജാവിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ജനങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം പോലും വിസ്മരിച്ചു പോകാതെ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ ജനങ്ങൾ എല്ലാവരും ഒന്നടങ്കം ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നു. സ്വന്തം താല്പര്യത്തിന് ഊന്നൽ നൽകിയ പ്രവാചകന് അത് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെയും നിനിവേ നഗരത്തിൽ പോയി പറഞ്ഞുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ജനങ്ങൾ നശിച്ചു പോകണമേ എന്നുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ആ അവസാന ഭാഗത്ത്
യോനാ പ്രവാചകന്റെ പുസ്തകം അവസാന ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. ദൈവത്തോട് ഒരു വാക്ക് തർക്കം അദ്ദേഹം നടത്തി. നഗരത്തിന്റെ കിഴക്ക് വശത്ത് ഒരു കുടിലുണ്ടാക്കി അവിടെ എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ തക്കോണം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ വലിയ കേമൻ, എനിക്കൊന്നും സംഭവിക്കുകയില്ല, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമ്മൾ ഇതുപോലെ പലതിനും വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷേ നമ്മുടെ പദ്ധതി പോലല്ല ദൈവത്തിൻ്റെ പദ്ധതി. അത് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കാളും വ്യത്യസ്തമായിട്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. പലപ്പോഴും നാം പലതും ഗണിച്ചു പറയും ഇങ്ങനെയൊക്കെയും സംഭവിക്കുമായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി വ്യത്യസ്തമാണ്. അവിടെ നിനിവയിലെ ജനങ്ങൾ അവിടെ നഷ്ടപ്പെടുന്നില്ലെങ്കിൽ നശിച്ചു പോകുന്നില്ല. പക്ഷെ യോന പ്രവാചകന് പിന്നെയും പിന്നെയും മനസ്സിൽ വലിയ വേദനയാണ്. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു തണൽ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ദൈവം അവനൊരു തണൽ നൽകുവാൻ തക്കവണ്ണം ആവണക്ക് ഉണ്ടാക്കി അവിടെ നൽകുന്നു. അപ്പൊ ജീവിതത്തിന്റെ ഒരു ഗ്രാഫാണ്. ഉയർച്ചയും താഴ്ചയും ഒരുപോലെയുള്ള മനുഷ്യ ജീവിതത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ആവണക്കുണ്ടാക്കിയിട്ട് അതിനെന്ത് സംഭവിച്ചു? ഒരു പുഴുവിനെ കൂടെ ദൈവം വിട്ടു. അവന് തണൽ കൊടുത്ത ആ മരത്തെ ഒരു പുഴുവിനെ വിട്ട് ആ പുഴു അതെല്ലാം തുറന്ന് നശിപ്പിച്ചു. പിന്നെയും ദേഷ്യമായി. അപ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ അധ്വാനിക്കാതെ ഉണ്ടായി വന്നതായിട്ടുള്ള ഒരു രാത്രി കൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു ആവണക്കിനെ ചൊല്ലി നിനക്ക് ഇത്രയും ഖേദമുണ്ടെങ്കിൽ 1,20,000 പരം ജനത്തിന്റെ ജീവനെ കുറിച്ച് എന്തുമാത്രം എനിക്ക് ഉത്കണ്ഠയുണ്ടാകും? ശക്തമായിട്ടുള്ള ഒരു ചിന്തയ്ക്ക് വാതിൽ അല്ലെങ്കിൽ വഴി തുറന്നു കൊടുക്കുന്നതായിട്ടുള്ള കാര്യമാണ് ദൈവം തമ്പുരാൻ അവിടെ ഓർമ്മിപ്പിച്ചത്. നമുക്ക് പലതിനെ കുറിച്ചും ആകുലതയാണ്. നമ്മൾ കഷ്ടപ്പെടാത്തതിനെ കുറിച്ചും ആകുലതയാണ്. അതാണ് ദൈവം തമ്പുരാൻ അവിടെ ചോദ്യം ചെയ്യുന്നത്. നീ അധ്വാനിക്കാതെ ഉണ്ടായി വന്നതായിട്ടുള്ള ഒരു ആവണക്ക് നിനക്ക് തണൽ നൽകി അടുത്ത ദിവസം അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് വേണോ, അവിടെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇന്ന് നിങ്ങളുടെ തലയിലിരിക്കുന്നതായിട്ടുള്ള ഒരു തലമുടി അത് നിൽക്കണോ കൊഴിഞ്ഞു പോകണോ എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പൊ സ്വയം കേന്ദ്രീകൃതനായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശൈലിയിൽ കൂടി കടന്നു പോയതായിട്ടുള്ള യോനാ പ്രവാചകനോട് തക്കതായിട്ടുള്ള ഒരു മറുപടിയാണ് അവിടെ ദൈവം തമ്പുരാൻ നൽകുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുന്ന അനുഭവം. ഈ ധ്യാന നിമിഷത്തിലും എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മുൻഗണന കൊടുക്കുന്നത്? ദൈവത്തിനാണോ അല്ലെങ്കിൽ സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിത ശൈലിക്കാണോ ഞാൻ മുൻഗണന കൊടുക്കുന്നത്? പ്രാർത്ഥനയിൽ പോലും പലപ്പോഴും നമ്മളെ തന്നെ കേന്ദ്രീകരിച്ച് സ്വയത്തെ കേന്ദ്രീകരിച്ച് നാം പ്രാർത്ഥിക്കാറുണ്ട്. എന്നെ രക്ഷിക്കണം, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം, എൻ്റെ മക്കളെ രക്ഷിക്കണം, ഇങ്ങനെയുള്ള ഒരു സമീപനം. പക്ഷേ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ പ്രാർത്ഥനകൾ ഒരു കമ്മ്യൂണിറ്റിക്ക് മുഴുവൻ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. സ്വയരക്ഷ മാത്രമല്ല ഊന്നൽ നൽകുന്നത്, നമ്മോടൊപ്പമുള്ള എല്ലാ ജനവിഭാഗത്തിനും അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് മുഴുവൻ രക്ഷ സാധ്യമാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. പൗരസ്ത്യ ആരാധനയിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് നാം പരിശുദ്ധ പരുമല തിരുമേനിയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്.
ഈ ദേവാലയത്തിൽ വന്ന് നാം പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? പരിമല തിരുമേനി മധ്യസ്ഥത അണയ്ക്കുന്നത് അനേകർക്ക് വേണ്ടിയാണ്. ജാതി മത ഭേദമന്യേ അനേകര് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്നത് ഈ ഒരു വിശ്വാസത്തിന്റെ ബലത്തിലാണ്. ആ മധ്യസ്ഥത അനേകർക്ക് വേണ്ടി, സ്വയമായിട്ടുള്ളൊരു നേട്ടത്തിനും അല്ലെങ്കിൽ സ്വയമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും വേണ്ടിയുള്ള ഒരു രീതിയല്ല അവിടെ അവലംബിക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും, ഇവിടെ കടന്നു വരുന്ന എല്ലാവരും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണം, രോഗസൗഖ്യം പ്രാപിക്കണം, മനസ്സിന് ശാന്തത കൈവരിക്കണം, മദ്യപാനത്തിൽ നിന്ന് വിമുക്തി നേടണം. എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുവാൻ തക്കവണ്ണം നമ്മെ വിളിച്ചിരിക്കുന്നു. എന്താണ് വിശുദ്ധന്മാരെ ശ്രേഷ്ഠരാക്കുന്നത്? എന്താണ് ശ്രേഷ്ഠരാക്കുന്നത്? ഇടമുറിയാത്ത ഒരു ദൈവിക ബന്ധം. ഇവിടെ മുറിഞ്ഞു പോകുന്നില്ല. അനവരതം അവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ മറ്റൊന്നിനും സ്ഥാനമില്ല. വിശുദ്ധന്മാരുടെ ജീവിതത്തിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മറ്റാരുമല്ല, ക്രിസ്തു തന്നെയാണ്, ത്രിയേക ദൈവം തന്നെയാണ്. ഇന്ന് നെറ്റ്വർക്കുകളുടെ കാലമാണ്. അതുപോലെ കവറേജിന്റെ കാലമാണ്. വാർത്തകൾക്ക് വേണ്ടി മത്സരിക്കുന്നതായിട്ടൊരു കാലഘട്ടം. ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ നൊടിയിടയിൽ, ലോകത്തിൽ എവിടെ വെച്ച് സംഭവിച്ചതാണെങ്കിലും നൊടിയിടയിൽ നമ്മുടെ കൺമുൻപിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം വാർത്താ മാധ്യമങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. നൊടിയിടയിൽ കമ്മ്യൂണിക്കേഷൻ ഇന്ന് സാധ്യമാകുന്നു. ഇന്നിവിടെ നടക്കുന്നതായിട്ടുള്ള ഈ ധ്യാനവും പ്രസംഗവും ഒക്കെയും അമേരിക്കയിൽ ഇരുന്ന് കഴിഞ്ഞാലും ദൃശ്യമാണ്. അപ്പോൾ നൊടിയിടയിൽ എല്ലാം സാധ്യമാകുന്നു, പരസ്പരം ഉള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു. ഫേസ്ബുക്ക്, ട്വിറ്റർ പോലുള്ള സോഷ്യൽ മീഡിയ വഴി പരസ്പരം ബന്ധപ്പെടുന്നു. ലോകത്തിന്റെ ഏത് കോണിൽ ഇരിക്കുന്നവർ തമ്മിലാണെങ്കിലും പരസ്പരം ബന്ധപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അമേരിക്കയിൽ ഇരിക്കുന്ന മക്കൾക്ക് നാട്ടിലുള്ള അമ്മച്ചിയുടെ ശവസംസ്കാരം വളരെ എളുപ്പം കാണുവാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. പക്ഷേ ഇന്ന് ലോകം വളരെയധികം പുരോഗമിച്ചുവെങ്കിലും ഇത്തരത്തിലുള്ള വലിയ വലിയ വളർച്ചയിലൂടെ ലോകം മുന്നോട്ട് പോകുമെങ്കിലും നഷ്ടപ്പെടുന്നത് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. പരസ്പരം ഫോൺ ചെയ്യുമ്പോൾ റേഞ്ച് കിട്ടുന്നില്ലെങ്കിൽ എത്ര ഉയരത്തിൽ കയറുവാനും എത്ര ഉയരത്തിൽ കയറി റേഞ്ച് പിടിക്കുവാനും തക്കവണ്ണം മനുഷ്യർ ശ്രമിക്കും. അത് മലയാണോ അല്ലെങ്കിൽ തെങ്ങാണോ ഒന്നും നോക്കുന്നില്ല. പക്ഷേ ഉയരത്തിൽ ദൈവത്തോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു വിശുദ്ധന്മാര്. മാറി നിന്ന് അല്ലെങ്കിൽ വേറിട്ട് ജീവിതത്തിലെ സമയങ്ങൾ ദൈവത്തിന് വേണ്ടി ചെലവഴിച്ചവരാണ് വിശുദ്ധന്മാര്. പരിശുദ്ധ പരിമല തിരുമേനിയെ പോലെയുള്ള അല്ലെങ്കിൽ പാമ്പാടി തിരുമേനിയെ പോലുള്ള വിശുദ്ധന്മാര്, വട്ടശ്ശേരി തിരുമേനിയെ പോലുള്ള വിശുദ്ധന്മാര് ഈ നെറ്റ്വർക്ക് എപ്പോഴും കാത്തു സൂക്ഷിച്ചവരായിരുന്നു. പരിശുദ്ധ തിരുമേനിയുടെ ഒരു മൊഴി പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു മൊഴിയാണ്. പ്രാർത്ഥന എന്നത് ഈ ലോകത്തെ പല വിധത്തിലും ദൈവത്തിൻ്റെ പാതാരബിന്ദങ്ങളോട് ചേർക്കുന്ന പൊന്നിൻ ചങ്ങലയത്രേ. പ്രാർത്ഥന എന്നത് ഈ ലോകത്തെ പല വിധത്തിലും ദൈവത്തിൻ്റെ പാതാരബിന്ദങ്ങളോട് ചേർക്കുന്ന പൊന്നിൻ ചങ്ങലയത്രേ. ചങ്ങലയുടെ സ്വഭാവം നമുക്കറിയാം അല്ലേ? ഇങ്ങനെയാണ് ചങ്ങല. അതിൻ്റെ കണ്ണികൾ കൂട്ടിച്ചേർത്തിരിക്കുന്നു. കണ്ണി വിട്ടുപോയാൽ ചങ്ങല അല്ലാതായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ
കണ്ണികൾ കൂട്ടിച്ചേർത്തതുപോലെ നിരന്തരം ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ഇടമുറിയാതെ കാത്തു സൂക്ഷിച്ച വിശുദ്ധന്മാര്. ഇങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു ദാനിയേലും കൂട്ടുകാരും കാത്തു സൂക്ഷിച്ചത്. ഇടമുറിയാത്ത ദൈവിക ബന്ധം. തിന്മയുടെ സ്വാധീനത്തിന് മുമ്പിൽ അടിപതറാതെ അവിടെ തങ്ങൾ ഉറച്ചു നിന്നതായിട്ടുള്ള വിശ്വാസത്തിനും മൂല്യങ്ങൾക്കും കോട്ടം തട്ടാതെ ദൈവസന്നിധിയിൽ ചേർന്ന് നിന്നവരായിരുന്നു ആ ബാലന്മാർ. വിശുദ്ധരുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതമാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ: അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വിശുദ്ധമ്പുരാൻ ശിഷ്യന്മാരോടുള്ള ഒരു ആഹ്വാനമാണ്. നിങ്ങളുടെ വെളിച്ചം എന്ന് പറയുന്നത് മനുഷ്യരുടെ മുൻപിൽ പ്രകാശിക്കുവാനുള്ളതാണ്. പ്രകാശം എന്ന പദം ഉപയോഗിച്ച് 2 ആശയങ്ങൾ ഇവിടെ ഒന്നിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട്, ഗലീലയിൽ കുന്നിന്റെ മുകളിൽ പണി കഴിപ്പിച്ച പട്ടണം മലമേൽ ശോഭിക്കുന്നത് പോലെ ശിഷ്യന്മാരുടെ പ്രവർത്തനവും ലോകത്തിന്റെ മുമ്പിൽ ശോഭിക്കണം. മലമേൽ ശോഭിക്കുന്ന പട്ടണം പോലെ നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മൂടി വയ്ക്കുവാനുള്ളതല്ല. ലോകത്തിന്റെ മുൻപിൽ വെളിച്ചമാകുവാൻ, ലോകത്തിന്റെ മുമ്പിൽ ശോഭിക്കുവാനുള്ള ജീവിതവും പ്രവർത്തന ശൈലിയുമായിരിക്കണം നിങ്ങളുടേത്. രണ്ടാമതായിട്ട് വിളക്കിനെ കുറിച്ച് പറയുന്നു. എന്താണ് വിളക്കിനെ കുറിച്ച് പറയുന്നത്? വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, മറിച്ച് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം കിട്ടേണ്ടതിന് തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. ദേവാലയത്തിന്റെ നടുക്ക് നിലവിളക്ക് ശോഭിക്കുന്നു. ആ നടുക്ക് അത് സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ട് അതിലെ പ്രകാശം ഈ ദേവാലയത്തിന്റെ പരിസരങ്ങളിൽ നിറയുവാൻ തക്കവണ്ണം ഇടയാകും. പക്ഷേ അതൊരു മേശയുടെ അടിയിലാണെങ്കിൽ നമുക്കറിയാം എത്രത്തോളം ആ പ്രകാശകിരണങ്ങൾ എത്രമാത്രം പോകുമെന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവം തമ്പുരാൻ പറയുന്നത്, ഇവരുടെയൊക്കെയും പ്രവർത്തനങ്ങൾ ലോകത്തിന് മുമ്പിൽ പ്രകാശമാകണം. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കണം. ഇതർത്ഥവത്തായിട്ട് ശ്രീഹന്മാരും വിശുദ്ധന്മാരും എല്ലാവരും തങ്ങളുടെ ജീവിതത്തിൽ ഈ വാക്കിനെ തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചത് കൊണ്ടാണ് അവരൊക്കെയും ഇന്നും നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നത്. ദൈവസന്നിധിയിൽ അനേകർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നത് ഈ പ്രകാശമായിട്ട് ജ്വലിച്ചത് കൊണ്ടാണ്. സ്വയം കേന്ദ്രീകൃതമല്ലാത്ത ഒരു ജീവിത ശൈലിയിൽ കൂടി അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് ഇന്നും അവർ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നത്. പരിശുദ്ധന്മാരുടെ ജീവിതം ലോകത്തിനു മുമ്പിൽ പ്രകാശിച്ച വിളക്കായിരുന്നു. നമുക്കറിയാം, ലൈറ്റ് ഹൗസ് കപ്പലുകൾ ഈ ലൈറ്റ് ഹൗസ് നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അതാണ് അവരുടെ അടയാളം. തീരമെത്തി എന്ന് അവർക്ക് മനസ്സിലാകുന്നതിനുള്ള ലൈറ്റ് ഹൗസുകൾ, പ്രകാശ സ്തംഭങ്ങൾ. വിശുദ്ധന്മാരുടെ ജീവിതം പ്രകാശ സ്തംഭങ്ങളാണ് അനേകർക്ക്. നമ്മുടെ ജീവിതവും ഒരു രൂപാന്തരത്തിലേക്കാണ് നമ്മെ നയിക്കേണ്ടത്. മറുരൂപമലയിലെ രൂപാന്തരം എന്ന് പറയുന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ രൂപാന്തരത്തിന്റെ അനുഭവമായിട്ട് തീരണം. അല്ലെങ്കിൽ ഓരോ വിശ്വാസിയുടെയും രൂപാന്തരത്തിന്റെ മുൻകുറിയായിട്ട് കാണണം. നിനവയിലെ വിശുദ്ധ ഐസക്കിന്റെ
വാക്കുകളിൽ we are called to regain the lost holiness of humanity. മനുഷ്യത്വത്തിന്റെ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള വിശുദ്ധി വീണ്ടെടുക്കുവാൻ തക്കവണ്ണമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. മനുഷ്യരാശിയുടെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ വിശുദ്ധി എന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. പരസ്പരം കാണുമ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളാണെന്ന് മനുഷ്യൻ പലപ്പോഴും മറന്നു പോകുന്നു. നമ്മൾ പറയുമ്പോൾ പറയും ദൈവ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമൊക്കെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാതെ പോകുന്നത്? തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുള്ള വസ്തുതയാണ്. പരസ്പരം പോരിന് വിളിക്കുന്നു, പരസ്പരം കുറ്റം പറയുന്നു. ചുറ്റിലുമുള്ള ദൈവ സാദൃശ്യത്തെ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇപ്രകാരത്തിലുള്ള പോർവിളികളും വെല്ലുവിളികളും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നതാണ്. ദൈവ സാദൃശ്യത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കണം. രണ്ട് ക്രിസ്ത്യാനികൾ തമ്മിൽ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ആദ്യം കുശലമൊക്കെയും പറയും. പിന്നെ നമ്മുടെ സംസാരങ്ങൾ കൂടി വരുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെയായിരിക്കും നമ്മുടെ സംസാരങ്ങളിൽ വന്ന് നിറയുന്നത്. അത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. കുറേ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ പല പല കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് ആധ്യാത്മികതയിൽ മൗനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ പിതാക്കന്മാരൊക്കെയും മൗനം ആചരിക്കുന്നവരായിരുന്നു. മൗനത്തിന് വലിയ ശക്തിയുണ്ട്. മൗനം വിദ്വാനുഭൂഷണം എന്ന് കേട്ടിട്ടുണ്ടല്ലേ? മൗനം എല്ലാവർക്കും ഒരുപോലെ ഭൂഷണമായിട്ടുള്ള കാര്യമാണ്. പാപിനിയായ സ്ത്രീയെ യേശു തമ്പുരാന്റെ മുൻപിലേക്ക് കല്ലെറിഞ്ഞ ഒരു സമൂഹം കൊണ്ടുവന്നപ്പോൾ യേശു തമ്പുരാൻ എന്ത് ചെയ്യുകയായിരുന്നു? യേശു തമ്പുരാൻ വേദപുസ്തകം വായിക്കുമ്പോൾ അവിടെ പടം വരയ്ക്കുകയായിരുന്നെന്നോ നിലത്തെഴുതുകയായിരുന്നെന്നോ അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ യേശു തമ്പുരാന്റെ ആ സമയത്ത് ഒരു മൗനം പാലിച്ചിരുന്നു. അവിടെ മൗനം പാലിച്ചിട്ടാണ് തൊട്ടടുത്ത വചനത്തിൽ പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. മൗനത്തിൽ നിന്ന് ശക്തിയായിട്ടുള്ള ചിന്തകൾ ഉത്ഭവിക്കും, ശക്തിയായിട്ടുള്ള വാക്കുകൾ ഉത്ഭവിക്കും. ഇന്ന് പലപ്പോഴും ഈ മൗനത്തിൻ്റെ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളൊക്കെയും സെമിനാരിൽ പഠിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ എപ്പോഴും പാലിക്കുന്നതാണ് 10 മണിക്ക് സുതാറ കഴിഞ്ഞ ശേഷം ഉള്ള മൗനം. അത് പിറ്റേ ദിവസത്തെ രാത്രി പ്രാർത്ഥനയൊക്കെയും കഴിഞ്ഞ ശേഷമേ അതിന് പിന്നെ മാറ്റം സംഭവിക്കുകയുള്ളൂ. അതുവരെ മൗനമാണ്. അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് മൗനം പാലിക്കണമെന്ന് പറയും. ഇന്ന് പല പള്ളികളിലും നമുക്ക് അത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. നേരത്തെ വരും, നേരത്തെ വന്നു കഴിഞ്ഞിട്ട് പള്ളികൾ ഉള്ളിലിരുന്ന പല വിധത്തിലുള്ള സംസാരങ്ങളാണ്. ആ മൗനം പാലിക്കണം എന്ന് പറയുന്നത് വെറുതെയല്ല. ആഴത്തിൽ ദൈവിക അനുഭവങ്ങൾ നമ്മിലേക്ക് വന്നു നിറയുവാൻ തക്കവണ്ണമാണ് നാം മൗനം പാലിക്കേണ്ടത്. വിവേകമുള്ള വാക്കുകൾ നമ്മിൽ രൂപപ്പെടുവാനാണ് മൗനം പാലിക്കേണ്ടത്. നമ്മിൽ നിന്ന് ഇതൊക്കെയും പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതൊക്കെയും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. നമ്മുടെ ഉള്ളിലേക്കുള്ള യാത്രയിൽ ഇതൊക്കെ സാധ്യമാകുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ ചോദിക്കാം. 2 പത്രോസ് 1:4 വാക്യത്തിൽ
ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുവാൻ ഇടവരുന്നു. ദൈവിക പ്രകൃതിയിലേക്ക് വന്നു ചേരുവാനുള്ള ഒരു ആഹ്വാനമാണ്. ദ്രവത്വത്തിൽ നിന്ന് മോചനം നേടി അദ്രവത്വം അഥവാ നിത്യത ലഭിക്കുന്ന അനുഭവം മനുഷ്യന് സാധ്യമാണെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ നിത്യതയുടെ അനുഭവത്തിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. യാത്ര എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, കണ്ടിന്യൂസ് ആണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു തീർത്ഥാടനമാണ്, കണ്ടിന്യൂസ് ജേർണിയാണ് ടുവാർഡ്സ് ഇറ്റേണിറ്റി. നിത്യതയിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ജേർണി. അത് ഇന്ന് രാത്രികാലം കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യമല്ല. അനുദിനം കൗദാശികമായിട്ടുള്ള ജീവിതത്തിലൂടെ അവനവനെ നേരിടുന്നതായിട്ടുള്ള കുറവുകൾ, തെറ്റുകൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് മാപ്പിരക്കുവാനും പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും തക്കവണ്ണം നമ്മുടെ ക്രിസ്തീയ ജീവിതം മൂലം സാധ്യമാകണം. ദൈവീകരണം എന്നുള്ള ഒരു ആശയമുണ്ട് പൗരസ്ത്യ പാരമ്പര്യത്തിൽ. യേശുതമ്പുരാൻ മറുരൂപപ്പെട്ടതുപോലെ ഓരോ മനുഷ്യനും രൂപാന്തരം പ്രാപിക്കുവാൻ അല്ലെങ്കിൽ ദൈവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകണം. വിശുദ്ധന്മാരുടെ ചിത്രത്തിനുള്ള പ്രത്യേകത എന്താണ് പറയാമോ? പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഫോട്ടോ അത് നോക്കുമ്പോൾ ആ ശിരസ്സിന് ചുറ്റും ഒരു പ്രകാശമുണ്ട്. വിശുദ്ധന്മാരുടെയൊക്കെയും ചിത്രങ്ങൾക്ക് ചുറ്റും ഒരു പ്രകാശമുണ്ട്, ഒരു പ്രകാശ വലയമുണ്ട്. ഇത് ഫോട്ടോയിൽ മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും ചുറ്റിലും ഒരു ഓറ ഉണ്ടെന്നാണ് പറയുന്നത്. അതുണ്ട്, ഒരു എനർജി ലെവൽ എല്ലാ മനുഷ്യന്റെയും ചുറ്റിലും ഒരു എനർജി ലെവലുണ്ട്. പക്ഷേ ബാഹ്യമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു പ്രകാശം കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ കിർലിയൻ ഫോട്ടോഗ്രാഫി പോലുള്ള ആധുനിക സജ്ജീകരണങ്ങൾ വഴി ഈ പ്രകാശ വലയത്തെ ദർശിക്കുവാൻ തക്കൊണ്ട് സാധിക്കും. നമുക്കറിയാം, പ്രാണിക് ഹീലിംഗ് ഒക്കെ നാം കേട്ടിട്ടുണ്ട്. നമ്മുടെ എനർജി ലെവലിനെ, മുറിഞ്ഞിരിക്കുന്ന എനർജി ലെവലിനെയൊക്കെയും ശരിയായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുന്നതായിട്ടുള്ള ഹീലിംഗ് മെത്തേഡാണ്. എന്ന് പറയുന്നത് പോലെ മനുഷ്യരുടെ ചുറ്റിലുമുള്ള പ്രകാശ വലയം എല്ലാ മനുഷ്യരിലുമുണ്ട്. വിശുദ്ധന്മാരുടെ ചിത്രത്തിന് ചുറ്റുമുള്ള പ്രകാശ വലയം പോലെ അത് മുറിയാത്തതാണ്. എന്തുകൊണ്ട്? ദൈവികമായിട്ടുള്ള ബന്ധത്തിലും അവരുടെ മാനസികമായിട്ടുള്ള നിലവാരത്തിലുമൊക്കെയും അത്യുന്നതി പ്രാപിച്ചതായിട്ടുള്ള ആ ജീവിത അന്തരീക്ഷത്തിൽ ഇത് മുറിയാതെ ഇങ്ങനെ നിലകൊള്ളുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ ചെറിയ മുറിവുകളും വിള്ളലുകളുമൊക്കെയും അതിന് കാണും. ഈ പ്രകാശം ഓരോ വ്യക്തിയുടെയും ആത്മീയമായിട്ടുള്ള നിലവാരമനുസരിച്ച് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള നിലവാരമനുസരിച്ച് ഈ പ്രകാശം ജ്വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു എനർജി ലെവൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശോഷണം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവീകരണത്തിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ എനർജി ലെവലും താഴേക്ക് പോകുന്നു. എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ജീവിതത്തിൽ പ്രാപിക്കണം. നമ്മളൊക്കെയും ദേവാലയത്തിൽ വരുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ ഈ ഒരു എനർജിയാണ് നമുക്ക് ലഭിക്കേണ്ടത്, ഒരു പോസിറ്റീവ് എനർജി. ത്രോണോസിൽ അല്ലെങ്കിൽ ദർഗായിൽ നിന്നുകൊണ്ട്
പട്ടക്കാരൻ കൈ ആവസിച്ച് തിരുശരീര രക്തങ്ങളിൽ നിന്ന് ഒരു എനർജിയാണ് ജനങ്ങളിലേക്ക് ഒഴുക്കുന്നത്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് പകരുന്നത്. ആ സമയത്ത് മുകളിലേക്ക് നോക്കി നിന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എനർജി കിട്ടുകയില്ല. ഉള്ളിൽ സ്വീകരിക്കണം. ഉള്ളിലേക്ക് ആ എനർജി സ്വീകരിക്കണം. ആ പോസിറ്റീവായിട്ടുള്ള ആ എനർജി സ്വീകരിക്കണം. വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴും ആ ഒരു എനർജിയാണ് സ്വീകരിക്കുന്നത്. ദേവാലയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: എ കത്തീഡ്രൽ ഈസ് നത്തിങ് ബട്ട് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മദേഴ്സ് വൂംബ്. ഒരു ദേവാലയം എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ മറ്റൊരു രൂപമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് കിടക്കുന്ന അവസ്ഥ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള, ഈ ലോകത്തിൽ അങ്ങനെയൊരു സുരക്ഷിതത്വം ഒരിക്കലും എങ്ങും കിട്ടുകയില്ല. അങ്ങനെ കിടക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. എന്ന് പറയുന്നത് പോലെ ഒരു ദേവാലയത്തിൽ വരുമ്പോൾ ആ ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ആ ഒരു അനുഭവം, ആ ഒരു സുരക്ഷിതത്വ ബോധം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിലേക്ക് നാം പ്രാപിക്കണം. തീർച്ചയായിട്ടും ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം, ദൈവീകരണത്തിൻ്റെ ഒരു അനുഭവം, അതാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു നിറയേണ്ടത്. ആ ദൈവികമായിട്ടുള്ള അനുഭവം, ദൈവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആരാധന കൊണ്ടും നോമ്പുകൾ കൊണ്ടും നമ്മുടെ നമസ്കാരങ്ങൾ കൊണ്ടുമൊക്കെ ജീവിതത്തിൽ പ്രയോജനമുണ്ടാകുകയുള്ളൂ. ആ തേജസ്കരണത്തിലേക്ക് വരണം. എന്നിലൂടെ മറ്റുള്ളവർ ദൈവത്തെ കാണണം. ദൈവത്തിൻ്റെ ആ ദിവ്യമായിട്ടുള്ള പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം മൂലം നമുക്ക് സാധ്യമാകണം. നമ്മുടെ ധ്യാനത്തിലൂടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് സാധ്യമാകണം. ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകളും പിഴവുകളും ഒക്കെയും ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ച് ഒരു നവ്യമായിട്ടുള്ളൊരു അനുഭവത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ജ്വലിക്കുന്ന തേജസ്കരണത്തിൻ്റെ ആ രൂപം പത്രോസ് കാണുവാൻ തക്കവണ്ണം ഇടയായി. യാക്കോബും യോഹന്നാനും കണ്ടു. ആത്മീയതയുടെ അത്യുച്ചത്തിലുള്ള ഒരു നിലയാണ് തേജസ്കരണത്തിൻ്റെ ആ അനുഭവം. പ്രിയമുള്ളവരെ, പരിശുദ്ധ നോമ്പിലേക്ക് നാം കടക്കുമ്പോൾ ഏതാനും ദിവസത്തിന് ശേഷം ഒരു തീർത്ഥയാത്രയിലേക്ക് നാമും കടക്കുകയാണ്. ആരംഭത്തിലുള്ള ഒരു വലിയ ഒരു താല്പര്യം അവസാനം വരെ ആ പുനരുത്ഥാനത്തിൻ്റെ ആ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയണം. ആ ഒരു ശക്തി നോമ്പിലൂടെ, ദാനധർമ്മത്തിലൂടെ, നമസ്കാരങ്ങളിലൂടെ ആ ഒരു ശക്തി ആർജിക്കുവാൻ, ദൈവീകരണത്തിൻ്റെ പാതയിലേക്ക് നമ്മെ തന്നെ ഒന്ന് കൊണ്ടുചെന്ന് എത്തിക്കുവാൻ യേശുതമ്പുരാൻ മറുരൂപപ്പെട്ടതുപോലെ എൻ്റെ ജീവിതത്തിലും ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകണം. പരിശുദ്ധനായ പൗലോസ്ലീഹ ശൗലായിരുന്നതായിട്ടുള്ള അവസരത്തിൽ നമുക്കറിയാം, എല്ലാ അധികാരങ്ങളുമുണ്ട്. കുട നടക്കുവാൻ ആളുകളുണ്ട്, കുതിരയുണ്ട്, അധികാരപത്രമുണ്ട്. എന്തായിരുന്നു മുഖ്യ തൊഴിൽ? ക്രിസ്തുവിനെ ഉപദ്രവിക്കുക, ക്രിസ്തുവിൻ്റെ ജനങ്ങളെ പീഡിപ്പിക്കുക. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയെങ്കിലും ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്, അവിടെ ദൈവം തമ്പുരാൻ ഇടപെടുന്നു. നട റോഡിൽ വീഴുന്നു. അപ്പോൾ മനുഷ്യന് രൂപാന്തരമുണ്ടാകുവാൻ പ്രത്യേക സമയം ഒന്നുമില്ല. ഏത് സമയവും രൂപാന്തരമുണ്ടാകും. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം. ദൈവത്തിന് വേണ്ടി സമയം നൽകണം. ദൈവത്തിന് വേണ്ടി കാതോർക്കണം. നിശബ്ദമായിട്ട് ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാൻ തക്കവണ്ണം
ഇടവരണം. മൗനത്തിലേക്ക് നമ്മെയും നമ്മുടെ ജീവിതത്തെയും നയിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ തലകൾ വണക്കാം. ദൈവമായ കർത്താവേ, മൗനത്തിൻ്റെ അനുഭവത്തിൽ കൂടി ഞങ്ങൾ നിന്നിലേക്ക് കടന്നു വരുന്നു. നിന്റെ ദിവ്യമായിട്ടുള്ള ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. മറുരൂപമലയിൽ അവിടുന്ന് തേജസ്കരണം പ്രാപിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും തേജസ്കരണത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ അനുഭവം പ്രാപിക്കുവാനും അനേകർ ഞങ്ങളിലൂടെ ദൈവത്തെ മനസ്സിലാക്കുവാനും നിന്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുവാനും കർത്താവേ, നീ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. പലപ്പോഴും കുറ്റങ്ങളും കുറവുകളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്നു. സ്വയം കേന്ദ്രീകൃതരാകുന്നത് കൊണ്ട് പലപ്പോഴും അവയെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് നഷ്ടമായിട്ട് തീരുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. തെറ്റുകളെ ക്ഷമിക്കണമേ. നീ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിട്ട് തീരണമേ. സമൂഹത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾക്ക് വശംവദരാകാതെ നല്ല മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് വന്നു ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ 3 ചെറുപ്പക്കാരുടെ ജീവിതം രാജകൊട്ടാരത്തിലെ ഭോജനവും പാനീയങ്ങളുമൊക്കെയും വിശ്വാസത്തിന് വേണ്ടി നിനക്ക് വേണ്ടി ത്യജിക്കുവാൻ തക്കവണ്ണം ആ ബാലന്മാർക്കിടയായതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും നിന്നെ സ്വീകരിക്കുവാനും ത്യജിക്കേണ്ടതിനെ പൂർണ്ണമായിട്ട് ത്യജിക്കുവാനും തക്കവണ്ണം തമ്പുരാനെ, നീ ഞങ്ങളെ സഹായിക്കണം. വീണ്ടും ഒരു നോമ്പിന്റെ കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുവാൻ പോകുന്നു. ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ. കുശവന്റെ കയ്യിലെ കളിമൺ പോലെ ഞങ്ങൾ തന്നെ നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പൂർണ്ണമായിട്ടും ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ കഴിവിൽ ആശ്രയം വയ്ക്കാതെ നിന്നിലേക്ക് പൂർണ്ണമായി ഞങ്ങളെ അർപ്പിക്കുവാൻ അതിനുവേണ്ടിയുള്ള ഒരു മനസ്സൊരുക്കം ഞങ്ങൾക്ക് തരണം. ഒരല്പസമയം മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുവാനും ആഴത്തിൽ നിന്നെക്കുറിച്ച് ചിന്തിക്കുവാനും ഞങ്ങൾക്ക് അവിടുന്ന് അവസരം ഒരുക്കിയതിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഇവിടെ തലകൾ വണക്കുന്ന എല്ലാ മക്കളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കണമേ. അവരുടെ മനസ്സിലെ ആവശ്യങ്ങളെ തമ്പുരാൻ നിറവേറ്റി കൊടുക്കണമേ. കണ്ണുനീരുകളെ അവിടുന്ന് മാനിക്കണമേ. രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി നിന്റെ സന്നിധിയെ സമർപ്പിക്കുന്നു. പൂർണ്ണമായിട്ടും ഞങ്ങളെ ഉപയോഗിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. ആയത് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്നും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ